ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു സോയിൽ മിക്സ്, പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുകയാണ്. അതിന് കൊക്കോ പീറ്റ് എടുത്തിട്ടുണ്ട്, മണ്ണെടുത്തിട്ടുണ്ട്, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, അതും പിന്നെ ചാണകപ്പൊടി, ഇത്രയും എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെടിച്ചട്ടിയിലോട്ട് ഇടുകയാണ്. അപ്പോൾ ഈ വലിയ ചെടിച്ചട്ടി എനിക്ക് ഞാൻ മുകളിലൊരു തുളസി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പുതിയ തുളസി വെക്കേണ്ട സമയമായി. കാരണം അവിടെ വെച്ചിരിക്കുന്നത് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് പറിക്കാൻ എളുപ്പത്തിന് അവിടെ ഒരു തുളസി വെച്ചിട്ടുണ്ട്. അതിനാണ് ഈ വലിയ ചെടിച്ചട്ടി നിറച്ചത്. അപ്പോൾ അതിപ്പം ഇന്നിപ്പോൾ തുളസി പറിക്കാൻ പറ്റാത്ത ദിവസമായതുകൊണ്ട് ഞാൻ അതിൽ ചെയ്യുന്നില്ല ഒന്നും. പിന്നെ അടുത്ത ബോട്ടിൽ ഞാൻ നമുക്ക് അകത്ത് വയ്ക്കാനായിട്ട് കുറച്ച് ചെടികൾ റെഡിയാക്കണം. അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇനി കർക്കിടകമൊക്കെ വരില്ല. അപ്പോൾ അതിന് മുമ്പ് ഒരു ക്ലീനിങ് ഒക്കെ കഴിയുമ്പോൾ അവിടെ ഒന്ന് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് മാറ്റും, ഇപ്പോൾ വേറെ വയ്ക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ചൈന ഡോൾ എന്ന് പറഞ്ഞ ഒരു ഇൻഡോർ പ്ലാന്റാണ് ഇന്നിങ്ങനെ റെഡിയാക്കി വച്ചിരിക്കുന്നത്. അത് ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് അത് മാറ്റി വയ്ക്കും. അത് പുറത്തേ ഇപ്പോൾ വയ്ക്കുള്ളൂ. 2-3 ദിവസം കഴിയുമ്പോൾ ക്ലീനിങ് ഒക്കെ കഴിയുമ്പോൾ, അതായത് കർക്കിടക ക്ലീനിങ് ഉണ്ടല്ലോ, അത് കഴിയുമ്പോഴേ ഞാൻ അതെടുത്ത് വയ്ക്കുള്ളൂ. അപ്പോഴത്തേക്ക് ഇതൊന്ന് സെറ്റാവും. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സാറ്റിൻ പോത്തോസാണ്. അപ്പോൾ അതും അകത്ത് വയ്ക്കാനുള്ളത് തന്നെയാണ്. അത് ഞാൻ ഇതുപോലെ തന്നെ മണ്ണ് നിറച്ച്, പിന്നെ അതിലുണ്ടായിരുന്ന വേറെ ചെടിച്ചട്ടിയിൽ നിന്നാണല്ലോ അത് പറിച്ച് വെച്ചത്. അപ്പോൾ അതിലുണ്ടായിരുന്ന മണ്ണും കുറച്ചിടുന്നുണ്ട്. ഇപ്പോൾ മിക്സ് ചെയ്തിരിക്കുന്ന ആ മിക്സും കൂടെ അതിലേക്ക് ഇടുകയാണ്. അതുപോലെ ഇത്തിരി ലെങ്തി ആയിട്ടുള്ളത് കട്ട് ചെയ്ത് അതിൽ തന്നെ ഞാൻ കുത്തി വയ്ക്കുകയാണ്. 2-3 ദിവസം പുറത്ത് വയ്ക്കുമ്പോൾ തന്നെ അത് പിടിച്ചോളും. അതുപോലെ തന്നെ മഴക്കാലത്ത് ഒരിക്കലും ലിക്വിഡ് ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കരുത്. കാരണം അത് വേര് ചെയ്യാനൊക്കെ ഫംഗസൊക്കെ വരാൻ ചാൻസ് കൂടും. അപ്പോൾ നമ്മൾ ഇതുമാതിരി ഡ്രൈ ആയിട്ടുള്ള മെന്യൂറൊക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ നേരത്തെ കടലപ്പിണ്ണാക്കിൻ്റെ ലിക്വിഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ഇടുന്നത് ഇതൊക്കെ തന്നെയാണ്. എല്ലാ ചെടികൾക്കും ഞാനിപ്പോൾ ചാണകപ്പൊടിയും അതുപോലെ വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. മാത്രമല്ല, ടെറസിൽ വെച്ചിരിക്കുന്ന ചെടിയിൽ കൂടുതലും കൊക്കോ പീറ്റ് ആയിരിക്കും. കാരണം വെയിറ്റ് അധികം വരാതിരിക്കാൻ, ചെടി അഴുകി പോകാതിരിക്കാൻ മഴക്കാലത്ത് ഇതുപോലുള്ള ഡ്രൈ ആയിട്ടുള്ള വളമിടുന്നതാണ് നല്ലത്. താങ്ക് യു ഫോർ വാച്ചിങ്.